Good afternoon, all. Next to Success Magic Career Point, AIMS Norset, Railway, ശ്രീചിത്ര, നിംഹാൻസ് പോലുള്ള കേന്ദ്ര ഗവൺമെന്റ് നഴ്സിംഗ് ഓഫീസർ എക്സാമിൽ തയ്യാറെടുക്കുന്നവർക്കായിട്ടുള്ള ഷുവർ ഷോട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സീരീസിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോയിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസർ അല്ലെങ്കിൽ ഡെക്യുബിറ്റസ് അൾസർ അല്ലെങ്കിൽ പ്രഷർ സോർ റിലേറ്റഡ് ആയിട്ടുള്ള എയിംസ് നോർസെറ്റിന്റെ ചോദ്യവും അതുപോലെ സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസർ അല്ലെങ്കിൽ ഡെക്യുബിറ്റസ് അൾസർ അതിന്റെ എല്ലാ എക്സാം ഓരോ സ്റ്റേജസിന്റെയും എക്സാം പോയിന്റും അതുപോലെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞതിന് ശേഷം എയിംസ് നോർസെറ്റ് ഉൾപ്പെടെയുള്ള കോമ്പറ്റേറ്റീവ് വിവിധ സെൻട്രൽ എക്സാമിനൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു 15 പ്രീവിയസ് ഇയർ എക്സാം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ഒരു 15 ചോദ്യങ്ങളും കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുന്നുണ്ട്. സോ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷന്റെ നോട്ടും ക്വസ്റ്റ്യൻസും എഴുതിയെടുക്കാനായിട്ട് ഒരു നോട്ട്ബുക്ക് കൂടി കരുതുകയാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് വളരെ പ്രയോജനം ചെയ്യും. സോ സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസർ അല്ലെങ്കിൽ ഡെക്യുബിറ്റസ് അൾസർ ഓൾറെഡി നമ്മൾ DHS സ്റ്റാഫ് നേഴ്സ് PSC ഷുവർ ഷോട്ട് PYQ സീരീസിൽ ബ്രാഡൻ സ്കെയിലും അതുപോലെ തന്നെ നോർട്ടൺ സ്കെയിലും വാട്ടർലൂ സ്കെയിലും ഗ്ലാമോർഗൻ സ്കെയിലൊക്കെ നമ്മൾ ഇതിന്റെ റിസ്ക് അസസ്മെന്റ് സ്കെയിലായിട്ട് നമ്മൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ. പക്ഷെ സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസർ കൂടുതൽ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ഉൾപ്പെടെ എയിംസ് നോർസെറ്റ് എക്സാമിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മൾ എയിംസ് നോർസെറ്റിന്റെ ഷുവർ ഷോട്ട് PYQ സീരീസിനകത്ത് ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഒന്നിലധികം എക്സാമുകൾക്ക് ഇമേജ് ബേസ്ഡ് ആയിട്ടും ഇതിന്റെ സ്റ്റേജസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എയിംസ് നോർസെറ്റിന്റെ ആ ഒരു പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആദ്യം നമുക്ക് നോക്കാം. അതിനുശേഷം അതിന്റെ സ്റ്റേജസ് വളരെ ക്ലിയർ ആയിട്ട് നമുക്ക് പഠിക്കാം കേട്ടോ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു. എയിംസ് നോർസെറ്റ് 2023 എക്സാം ക്വസ്റ്റ്യൻ ആണ്. അതുകൂടാതെ ശ്രീചിത്ര SCT യൂണിവേഴ്സിറ്റി 2015 എക്സാം ക്വസ്റ്റ്യൻ കൂടിയാണ്. ക്ലിനിക്കൽ മാനിഫെസ്റ്റേഷൻ ഓഫ് ബെഡ് സോർ ഇൻക്ലൂഡ്സ് സ്കിൻ ബ്രേക്സ്, abrasion, blister or shallow crater. Then edema and infection are characteristics of. Option A, stage 1 pressure ulcer, stage 2 pressure ulcer, option C, stage 3 pressure ulcer, option D, stage 4 pressure ulcer. ഇവിടുത്തെ പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കിയേ. സ്കിൻ ബ്രേക്ക് ഉണ്ട്. സ്കിൻ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാം സ്റ്റേജ് 1 അല്ല. സ്കിൻ ബ്രേക്ക് ആയി കഴിഞ്ഞു അതിൽ അബ്രേഷൻസ് ഉണ്ട്. ബ്ലിസ്റ്റർ ഫോർമേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യണം, ദാറ്റ് ഈസ് സ്റ്റേജ് 2 ആണ് അല്ലെ. ബ്ലിസ്റ്റർ ഫോർമേഷൻ എന്ന് ക്വസ്റ്റ്യനിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഉറപ്പിച്ചോണം അത് സ്റ്റേജ് 2 ആണ്. അല്ല, നമ്മൾ ബേൺസിലും പഠിക്കുന്നതാണ് സ്റ്റേജ് 2, മറന്നു പോകരുത്. ദെൻ അത് കഴിഞ്ഞ് വീണ്ടും ഷാലോ ക്രേറ്റർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു കുഴി എന്നാണ് അല്ലെ. ചെറിയൊരു കുഴിയുണ്ട്. സോ സ്കിൻ ബ്രേക്ക് ആയി അവിടെ ഒരു കുഴി ഉണ്ടായി എങ്കിൽ തന്നെ നമുക്ക് പറയാം സ്റ്റേജ് 1 അല്ല. ഇനി അടുത്ത സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 ആണ് അല്ലെ. അത് കഴിഞ്ഞ് പറയുന്നു എഡിമ ആൻഡ് ഇൻഫെക്ഷൻ ഉണ്ട്. ഇതിൽ ഏറ്റവും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കേണ്ട ക്ലൂകൾ എന്ന് പറയുന്നത് ഒന്ന് സ്കിൻ ബ്രേക്ക് ആണ്. സ്കിൻ ബ്രേക്ക് സ്റ്റേജ് 1 അല്ല, അത് മനസ്സിലാക്കി കഴിഞ്ഞു. ദെൻ അബ്രേഷൻ ആൻഡ് സ്കിൻ ബ്ലിസ്റ്റർ ഫോർമേഷൻ. സ്കിൻ ബ്രേക്ക് ഉണ്ട്, ബ്ലിസ്റ്റർ ഫോർമേഷൻ കേൾക്കുമ്പോൾ തന്നെ അത് സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്, മറന്നുപോയത്. ക്ലിയർ, സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്. കാരണം അതിനുശേഷം സ്റ്റേജ് 3യുടെയും സ്റ്റേജ് 4ന്റെയും യാതൊരു ഫീച്ചേഴ്സും ഇവിടെ പറയുന്നില്ല. സ്റ്റേജ് 2ന്റെ ടിപ്പിക്കൽ ദാറ്റ് ഇസ് ബ്ലിസ്റ്റർ ആൻഡ് അബ്രേഷൻസ്. അവിടെ തന്നെ എക്സാം ക്വസ്റ്റ്യൻ ഉണ്ട്, അതിലെ ക്രേറ്ററും ഉണ്ട്. സ്റ്റേജ് 3യോ സ്റ്റേജ് 3 ആയിട്ടുള്ള യാതൊരു ഫീച്ചറും ഇതിനകത്ത് എക്സാമിൽ ഇല്ല, ക്വസ്റ്റ്യനിൽ ക്ലൂ ആയിട്ടില്ല. അപ്പൊ ബ്ലിസ്റ്റർ എന്ന് കണ്ടാൽ അപ്പൊ തന്നെ ഓർത്തോണം അത് സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. അപ്പൊ നമുക്ക് സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസർ അല്ലെങ്കിൽ ഡെക്യുബിറ്റസ് അൾസർ വളരെ ക്ലിയർ ആയിട്ട് അടിപൊളിയായിട്ട് പഠിക്കാം. ഡെക്യുബിറ്റസ് അൾസർ അല്ലെങ്കിൽ പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇമ്മൊബൈൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മൊബിലിറ്റി ഇല്ല അല്ലെങ്കിൽ സർജറി ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയിട്ടൊക്കെ ലോങ് പീരീഡ് ബെഡ് ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിലൊക്കെയാണ് മെയിൻലി ഈ ഡെക്യുബിറ്റസ് അൾസർ അല്ലെങ്കിൽ പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ് സോർ ഉണ്ടാകുന്നത്. സോ പ്രഷർ അൾസർ ഡെക്യുബിറ്റസ് അൾസർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ലോക്കലൈസ്ഡ് ഡാമേജ് ടു ദ സ്കിൻ ഓർ അണ്ടർലൈങ് സ്ട്രക്ചേഴ്സ് യൂഷ്വലി ഓവർ ബോഡി പ്രോമിനൻസ് കോസ്ഡ് ബൈ പ്രൊലോങ്ഡ് പ്രഷർ, ഫ്രിക്ഷൻ ഓർ ഷിയർ വിച്ച് റെഡ്യൂസസ് ബ്ലഡ് ഫ്ലോ. അതായത് നമ്മൾ ഒരേ പൊസിഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മൾ ഈ ബെഡുമായിട്ട് കോണ്ടാക്ട് വരുന്ന ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ബോഡി പ്രോമിനൻസുകളിൽ അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്, മറന്നുപോയത്. അവിടെ ഈ പ്രഷർ ബെഡുമായിട്ടുണ്ടാകുന്ന പ്രഷർ കാരണം അതുപോലെ തന്നെ ആ ബെഡുമായിട്ട് ഫ്രിക്ഷൻ ഊരയിൽ കാരണം അത് കാരണം ഉണ്ടാകുന്ന ഷിയറിംഗ് ഫോഴ്സ് കാരണം ഓപ്പോസിംഗ് ഫോഴ്സ് ആണ് അവിടുത്തെ ഷിയറിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ അതിന്റെ ബ്രാഡൻ സ്കെയിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഫ്രിക്ഷൻ ആൻഡ് ഷിയർ അല്ലെ, അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഫ്രിക്ഷൻ ആണ് മെയിൻ കോസ് എന്നുള്ളത് എക്സാം ക്വസ്റ്റ്യൻ മറന്നു പോയത്. ഫ്രിക്ഷൻ ആൻഡ് ഷിയർ നമ്മൾ ബ്രാഡൻ സ്കെയിൽ അസസ്മെന്റിൽ പഠിച്ചതുമാണ്.
അപ്പൊ ഈ ഫ്രിക്ഷനും ഷിയറും ഈ പ്രഷറും കാരണം എന്ത് ചെയ്യും, അവിടുത്തെ ബ്ലഡ് സപ്ലൈ കുറയുകയാണ്. ആ ഒരു ഭാഗത്ത് ഈ ഒരു പ്രഷറും ഫ്രിക്ഷനും ഒക്കെ കാരണം ബ്ലഡ് സപ്ലൈ കുറഞ്ഞ് അവിടേക്ക് ബ്ലഡ് സപ്ലൈ കുറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജന്റെ അളവ് കുറഞ്ഞ് ആ അവിടുത്തെ ടിഷ്യൂസിന് നെക്രോസിസ് ഉണ്ടാകും അല്ലെ. അവിടുത്തെ ആ സെല്ലുകൾക്ക് ഡാമേജ് ഉണ്ടാകും, ആ ടിഷ്യൂസിന് നെക്രോസിസ് ഉണ്ടാകും, കാരണം ഓക്സിജൻ കിട്ടുന്നില്ല, അല്ലെ ബ്ലഡ് കിട്ടുന്നില്ല. ക്ലിയർ? ബ്ലഡ് ഫ്ലോ കുറയുന്നത് കാരണം അവിടെ ആ സ്കിന്നുകൾക്ക് ഇഞ്ചുറി ഉണ്ടാകും, ഡാമേജ് ഉണ്ടാകും, അത് അൾസർ ഫോർമേഷന് കാരണമാകും. ദാറ്റ് ഈസ് ഡെക്യുബിറ്റസ് അൾസർ അല്ലെങ്കിൽ പ്രഷർ അൾസർ അല്ലെങ്കിൽ ബെഡ്സോർ. അപ്പൊ പ്രൊലോങ്ഡ് പീരീഡിൽ അല്ലെങ്കിൽ ഇമ്മൊബൈൽ ആയിട്ട് ബെഡ്റിനായിട്ട് കിടക്കുന്ന പേഷ്യൻസിലൊക്കെയാണ് ഉണ്ടാകുന്നതെന്ന് ഓർത്തു വയ്ക്കുക. ഫ്രിക്ഷനും എക്സാം ക്വസ്റ്റ്യൻ നോട്ട് ചെയ്യും. ഇനി നമുക്ക് പഠിക്കേണ്ടത് സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസർ ആണ്. സ്റ്റേജസ് ഓഫ് പ്രഷർ അൾസർ അല്ലെങ്കിൽ ഡെക്യുബിറ്റസ് അൾസർ പ്രധാനമായിട്ടും 4 സ്റ്റേജുകളാണ് കോമ്പറ്റേറ്റീവ് എക്സാം ചോദിക്കുന്നത് അല്ലെ. സ്റ്റേജ് 1 പ്രഷർ അൾസർ, സ്റ്റേജ് 2, സ്റ്റേജ് 3 ആൻഡ് സ്റ്റേജ് 4. ഇത് കൂടാതെ 2 കാര്യങ്ങൾ കൂടി നിങ്ങൾ എക്സ്ട്രാ പഠിച്ചോളണം. ദാറ്റ് ഈസ് അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ. നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നത് ഏത് സ്റ്റേജ് ആണ്. ഇങ്ങനെ ഒരു സ്റ്റേജ് കൂടിയുണ്ട്, ദാറ്റ് ഈസ് അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ. ഒന്നും കൂടി പഠിച്ചോളണം, നിങ്ങൾ പലരും ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, ഇനി എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ദാറ്റ് ഈസ് ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറി. ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറി നോർമലി നമ്മൾ സ്റ്റേജിൽ പഠിക്കുന്നതല്ല, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറി ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. അപ്പൊ അൺസ്റ്റേജബിളും പഠിച്ചോളണം, DTPI ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറിയും കൂടി എക്സ്ട്രാ പഠിച്ചോളണം. ഓക്കെ, സ്റ്റേജ് 1 പ്രഷർ അൾസർ. അപ്പൊ പ്രഷർ അൾസറിന്റെ സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ അതിന്റെ ഫീച്ചറുകൾ പഠിച്ചോണം. അത് കാണുമ്പോൾ തന്നെ ആ പിക്ചർ കാണുമ്പോൾ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം, സ്റ്റേജ് 1 ആണോ, സ്റ്റേജ് 2 ആണോ, സ്റ്റേജ് 3 ആണോ, സ്റ്റേജ് 4 ആണോ, അൺസ്റ്റേജബിൾ ആണോ, കൃത്യമായിട്ട് പറയാൻ പറ്റണം കേട്ടോ. സോ സ്റ്റേജ് 1ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോൺ ബ്ലാഞ്ചബിൾ ഏരിയ ഓഫ് എർത്തിമയാണ്. നോൺ ബ്ലാഞ്ചബിൾ ഏരിയ ഓഫ് എർത്തിമ. എർത്തിമ എന്ന് പറയുന്നത് റെഡ്നെസ് ആണ് അല്ലെ, റെഡ്നെസ് ആണ്. ഈ പിക്ചർ നോക്കി, ഈ പിക്ചറിൽ നോക്കി കഴിഞ്ഞാൽ ഒരു റെഡിഷ് ഏരിയ മാത്രമേ ഉള്ളൂ അല്ലെ, റെഡിഷ് ഏരിയ മാത്രമേ ഉള്ളൂ. അവിടെ സ്കിന്നിന് ഒരു ബ്രേക്കോ ഒരു ഇഞ്ചുറിയോ ഒരു മുറിവോ ഒന്നും ഉണ്ടായിട്ടില്ല. പുറമേ നോക്കുമ്പോൾ ഒരു വിണ്ട് കീറലോ ഒന്നും ഉണ്ടായിട്ടില്ല. സ്കിന്ന് ഇൻടാക്റ്റ് ആണ്, സ്കിന്നിന് ഒരു പ്രശ്നം ഉണ്ടല്ല, പക്ഷെ ഒരു കളർ ചേഞ്ച് അവിടെ ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ? കളർ ചേഞ്ച് ഉണ്ട്, ഒരു ഇൻഫ്ലംഡ് ഏരിയ അവിടെ ഉണ്ട്, അല്ലാതെ സ്കിന്നിന് ബ്രേക്ക് ഉണ്ടായിട്ടില്ല, ഒരു മുറിവായിട്ടൊന്നും അവിടെ കാണാൻ പറ്റത്തില്ല. സ്കിൻ ഇൻടാക്റ്റ് ആണ്. ക്ലിയർ? സോ അപ്പൊ റെഡ്നെസ് മാത്രമേ ഉള്ളൂ. അതുപോലെ നോൺ ബ്ലാഞ്ചബിൾ. ഈ നോൺ ബ്ലാഞ്ചബിൾ എന്ന വാക്ക് കൃത്യമായിട്ട് പഠിക്കണം. നിങ്ങൾ നിങ്ങളുടെ വിരലിന്റെ അറ്റത്ത് ഈ നിങ്ങളുടെ അകഭാഗത്ത് റെഡ് ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് നോക്കി. നിങ്ങൾ പ്രസ് ചെയ്യുകയാണെങ്കിൽ അവിടെ വൈറ്റ് കളറായിട്ട് മാറും അല്ലെ, ആ ബ്ലഡിന്റെ ഏരിയ മാറിയിട്ട് അവിടെ വൈറ്റ് കളറായിട്ട് മാറും. എന്നാൽ ഈ ഡെക്യുബിറ്റസ് അൾസറിന്റെ സ്റ്റേജ് 1ലാണെങ്കിൽ ആ റെഡ്നെസ് ഉള്ള ഏരിയയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു പിക്ചറിൽ കാണുമ്പോൾ അവിടെ ഒരു റെഡിഷ് ഏരിയ ഉണ്ട് അല്ലെ, ആ റെഡിഷ് ഏരിയയിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വൈറ്റ് ആകില്ല, നോൺ ബ്ലാഞ്ചബിൾ ആണ്. അത് വൈറ്റ് ആകില്ല, കാരണം ഓൾറെഡി അവിടെ ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞു, ഊസിങ് ഉണ്ട്, ബ്ലഡ് ഊസ് ചെയ്ത് അവിടെ ഇഞ്ചുറി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ പ്രസ് ചെയ്താൽ മാറത്തില്ല. മറ്റേ ബ്ലാഞ്ചബിൾ ആണ്, നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നോക്കി അവിടെ ആ നമ്മൾ പ്രസ് ചെയ്ത ഏരിയയിൽ വൈറ്റ് ആവും, ആ പ്രഷർ നമ്മൾ മാറ്റി കഴിഞ്ഞാൽ വീണ്ടും പഴയ റെഡ് കളർ ആയിട്ട് മാറും. പക്ഷെ ഇവിടെ സ്റ്റേജ് 1 പ്രഷർ അൾസറിൽ ആ എറിത്തീമ ഉള്ള ഏരിയ, റെഡിഷ് ഏരിയ നമ്മൾ പ്രസ് ചെയ്താലും ആ കളർ മാറത്തില്ല, ആ റെഡ്നെസ് അവിടെ തന്നെ ഉണ്ടാകും. അതാണ് നോൺ ബ്ലാഞ്ചബിൾ എർത്തീമ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? പ്രസ് ചെയ്താലും ആ റെഡ്നെസ് മാറില്ല, കാരണം ഓൾറെഡി ഇഞ്ചുറി ആയി കഴിഞ്ഞു. അതുപോലെ തന്നെ സ്കിൻ ഇൻടാക്റ്റ് ആണ്. സ്കിൻ ഇൻടാക്റ്റ് എന്ന് പറഞ്ഞാൽ തൊലിയിൽ യാതൊരു മുറിവൊന്നുമില്ല, ഇഞ്ചുറി ഒന്നും ഉണ്ടായില്ല, അല്ലെങ്കിൽ അബറേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. സ്കിൻ നോർമൽ സ്കിൻ, കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ, ഒരു മുറിവായിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതാണ് സ്കിൻ ഇൻടാക്റ്റ് ആണ്, സ്കിന്നിന് യാതൊരു പ്രോബ്ലം. സ്കിൻ പുറമേ നോക്കുമ്പോൾ കളർ ചേഞ്ച് മാത്രമേ ഉണ്ടാവും. സോ സ്കിൻ എന്ന് പറയുന്നത് ഇൻടാക്റ്റ് ആണ്, വൂണ്ട് എന്ന് പുറമേ ഉണ്ടാവില്ല. ക്ലിയർ അല്ലേ? അതുപോലെ യൂഷ്വലി ഓവർ ബോഡി പ്രോമിനൻസ് ആണ് ഉണ്ടാവുക, വെരി പെയിൻഫുൾ ആണ്. അപ്പൊ ആകെ 2 കാര്യങ്ങൾ ഓർത്താൽ മതി. സ്കിൻ ഇൻടാക്ട്, സ്കിന്നിൽ യാതൊരു മുറിവുണ്ടാവില്ല, ആകെ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ എങ്കിൽ നമുക്ക് പറയാം അത് സ്റ്റേജ് 1 പ്രഷർ അൾസർ ആണ്. ഈ പിക്ചർ നോക്കി കേട്ടോ, സ്കിന്നിന് യാതൊരു മുറിവൊന്നുമില്ല, ജസ്റ്റ് കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇതാണ് സ്റ്റേജ് 1 കേട്ടോ. ഏറ്റവും മുകളിൽ ഭാഗം മാത്രമേ ജസ്റ്റ് കളർ ചേഞ്ച് ഉണ്ടാവുള്ളൂ. സ്കിൻ ഈസ് അൺബ്രോക്കൺ ബട്ട് ഇൻഫ്ലൈൻഡ് ആണ്. ഒരു ഇൻഫ്ലൈൻഡ് ഏരിയ മാത്രം കാണും, സ്കിന്നിൽ ഒരു ബ്രേക്കും ഉണ്ടാവില്ല, മുറിവായിട്ടൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെയാണ് നമുക്ക് പറയാം അത് സ്റ്റേജ് 1 പ്രഷർ അൾസർ. കിട്ടിയോ? രണ്ടാമത്തത് സ്റ്റേജ് 2 പ്രഷർ അൾസർ. സ്റ്റേജ് 2 പ്രഷർ അൾസർ വരുമ്പോൾ അതൊരു പാർഷ്യൽ തിക്നെസ് അൾസർ ആണ്.
പാർഷ്യൽ തിക്നെസ് അൾസർ എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ എല്ലാ ലെയറിലും അഫക്ട് ചെയ്യില്ല. നമുക്കറിയാം സ്കിന്നിന്റെ ഏറ്റവും മുകളിലത്തെ ലെയർ എന്ന് പറയുന്നത് എപ്പിഡെർമിസ് ആണ്, അല്ലെ? എപ്പിഡെർമിസ് ആണ്. അതിന്റെ തൊട്ട് താഴെ വരുമ്പോൾ ഡെർമിസ് ആണ്. ഡെർമിസിന്റെ താഴെ വരുമ്പോൾ ഹൈപ്പോഡെർമിസ്, നമ്മൾ സബ്ക്യൂട്ടേനിയസ് പഠിച്ചിട്ടുണ്ട് അല്ലെ? ഹൈപ്പോഡെർമിസ് ഇഞ്ചക്ഷൻ അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത് ഡെർമിസിന്റെ തൊട്ട് താഴെയുള്ള സബ്ക്യൂട്ടേനിയസ് ഏരിയയിലേക്കാണ്, ദാറ്റ് ഇസ് ഹൈപ്പോഡെർമിസ് ഏരിയയിലേക്കാണ്. സോ ഫാറ്റി ടിഷ്യൂസ് ഓർത്താൽ മതി. ക്ലിയർ? സ്റ്റേജ് 2 എന്ന് പറയുന്നത് ഇതില് എല്ലാ സ്കിൻ ലെയറുകളും ഉൾപ്പെടുത്തില്ല, പാർഷ്യലി കൊണ്ടാണ്, കംപ്ലീറ്റ് എല്ലാ ലെയറും ഇൻവോൾവ് ആവില്ല. അപ്പൊ പാർഷ്യൽ തിക്നെസ് അൾസറേഷൻ ആണ് ഓഫ് എപ്പിഡെർമിസ് ഓർ ഡെർമിസ്. ചിലപ്പോൾ അത് എപ്പിഡെർമിസിൽ മാത്രമായിരിക്കും ആ ഒരു ഇഞ്ചുറി ഉണ്ടാവുക ഏറ്റവും മുകളിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ താഴെ ഡെർമിസിലേക്കും വരാം. ദാറ്റ് ഇസ് പാർഷ്യൽ തിക്നെസ് അൾസർ ആണ് സ്റ്റേജ് 2. ക്ലിയർ? സോ ഒരു ബ്രേക്ക് അവിടെ ഉണ്ട്, സ്കിൻ ഇൻടാക്ട് അല്ല, സ്കിന്നിന് ബ്രേക്ക് ഉണ്ടാകും, മുറിവുണ്ടാകും. പ്രസന്റ് അബ്രേഷൻ. അബ്രേഷൻ എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള സ്കിന്ന് പോയിട്ടുണ്ടാവും, ദാറ്റ് ഇസ് അബ്രേഷൻ. ദെൻ ബ്ലിസ്റ്റർ. ബ്ലിസ്റ്റർ എന്ന് പറഞ്ഞാൽ സെറം ഫിൽഡ് ആയിട്ടുള്ള, ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ബ്ലിസ്റ്ററുകൾ നമ്മൾ ബേൺസിലൊക്കെ പഠിച്ചത് ഇതാണ് ബ്ലിസ്റ്റർ. സെറം ഫിൽഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള ബ്ലിസ്റ്റർ, അത് റപ്ചേർഡ് അല്ലെങ്കിൽ നോർമൽ ബ്ലിസ്റ്റർ ആണെങ്കിലും സ്റ്റേജ് 2 ആണ്. ബ്ലിസ്റ്റർ ഓർ ഷാലോ ഓപ്പൺ അൾസർ വിത്ത് എ റെഡ് ഓർ പിങ്ക് വൂണ്ട്, ബെഡ് വിത്തൗട്ട് എ ടിഷ്യൂ. സോ സ്ലഫിംഗ് ഒന്നും ഇല്ലാതെ ഓപ്പൺ വൂണ്ട്. ഇത് നോക്കി കണ്ടോ, ഇത് സ്കിന്ന് ഓപ്പൺ ആയി റെഡ് ആൻഡ് പിങ്ക് കളർ കാണാൻ പറ്റും. വൂണ്ട് ബെഡ് റെഡ് ആൻഡ് പിങ്ക് കളറിൽ കാണാം. അങ്ങനെയാണെങ്കിൽ അത് സ്റ്റേജ് 2 ആണ്, വിത്തൗട്ട് സ്ലഫിംഗ്. സ്ലഫ് ഉണ്ടാകും. സ്ലഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് നെക്രോസ്ഡ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ ഡെഡ് ടിഷ്യൂസ് ആണ്. അവിടുത്തെ ടിഷ്യൂസ് നശിച്ച് അത് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളർ ആയിട്ട് മാറും. അങ്ങനെ ആകാൻ പാടില്ല, സ്ലഫ് ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ? അതുപോലെ സ്കിൻ നോട്ട് ഇൻടാക്ട് ആണ്, ദാറ്റ് ഇസ് ബ്രേക്ക് ഉണ്ടാകും, സ്കിൻ ബ്രോക്കൺ ആകും ഇൻ എപ്പിഡെർമിസ് ഓർ ഡെർമിസ്. കണ്ടോ, സ്കിൻ ഈസ് ബ്രോക്കൺ ടു എപ്പിഡെർമിസ് ഓർ ഡെർമിസിൽ ഇഞ്ചുറി ഉണ്ടാകും. അങ്ങനെയാണ് നമുക്ക് പറയാം അത് സ്റ്റേജ് 2 ആണ്. പാർഷ്യൽ തിക്നെസ് അൾസർ ആണ്, എപ്പിഡെർമിസ് ഓർ ഡെർമിസ് ഇൻവോൾവ് ആകും. അതിൽ അബ്രേഷൻ, ബ്ലിസ്റ്റർ, ഷാലോ ഓപ്പൺ അൾസർ ആയിട്ടായിരിക്കും കാണുന്നത്. റെഡ് ഓർ പിങ്ക് കളർ ആയിരിക്കും, വിത്തൗട്ട് സ്ലഫ് ആണ്. അതിൽ സ്കിൻ ഈസ് നോട്ട് ഇൻടാക്ട് ആണ്, സ്കിൻ ബ്രേക്ക് ആകും, സ്കിൻ ബ്രോക്കൺ ആകും. സോ ഓപ്പൺ ഓർ റപ്ചേഴ്സ് അല്ല, റപ്ചേർഡ് ആണ്. ഓപ്പൺ ഓർ റപ്ചേർഡ് സെറം ഫിൽഡ് ബ്ലിസ്റ്റർ ആർ ദേർ. ബ്ലിസ്റ്റർ ഉണ്ടെങ്കിൽ അത് സ്റ്റേജ് 2 ആണ്. അത് റപ്ചർ ആകാത്ത ബ്ലിസ്റ്റർ ആണെങ്കിലും റപ്ചേർഡ് ആയിട്ടുള്ള ബ്ലിസ്റ്റർ ആണെങ്കിലും സ്റ്റേജ് 2 ആണ്. അപ്പൊ ബ്ലിസ്റ്റർ എന്ന് കേട്ടാൽ ഒരു ഡൗട്ടും വേണ്ട, കണ്ണും പൂട്ടി ആൻസർ ചെയ്തോളാം, ദാറ്റ് സ്റ്റേജ് 2 ആണ്. സ്റ്റേജ് 2 ആണ്, ഒരു ഡൗട്ടും വേണ്ട. സെറം ഫിൽഡ് ആയിട്ട് ഉള്ളതാണെങ്കിലും അത് റപ്ചർ ആയാൽ അത് സ്റ്റേജ് 2 ആണ്. ഇതുപോലെ യൂഷ്വലി അത് പെയിൻഫുള്ളുമാണ്. കിട്ടിയോ? ഇപ്പൊ സിംപ്ലർ ഡോറി സ്റ്റേജ് 2 എന്ന് പറയുന്ന പാർഷ്യൽ തിക്നെസ് അൾസർ ആണ്, ദാറ്റ് ഇസ് എപ്പിഡെർമിസ് ഓർ ഡെർമിസ് വരെ ഇൻവോൾവ് ആകും. അബ്രേഷൻസോ ബ്ലിസ്റ്റർ ഓപ്പൺ വൂണ്ട് ആയിട്ടൊക്കെയാണ് കാണുക. റെഡ് ഓർ പിങ്ക് കളർ ആയിരിക്കും വൂണ്ട് ബെഡ്, വിത്തൗട്ട് സ്ലഫ് ആണ്. സ്കിൻ നോട്ട് ഇൻടാക്ട് ആണ്, ദാറ്റ് ഇസ് ബ്രേക്ക് ഉണ്ടാകും, ബ്രോക്കൺ ഉണ്ടാകും. അതിന് ബ്ലിസ്റ്റർ അത് ഫ്ലൂയിഡ് ഓർ സെറം ഫിൽഡ് ബ്ലിസ്റ്റർ ആകാം, അല്ലെങ്കിൽ റപ്ചർ ആയ ബ്ലിസ്റ്റർ ആകും. പെയിൻഫുൾ ആണ്. ഈ പിക്ചറുകൾ എല്ലാവരും നോക്കി. അപ്പോൾ ഈ ഇമേജുകളൊക്കെ എയിംസ് നോർസെറ്റിന് മസ്റ്റ് ആണ്. സോ ഒരു ബ്ലിസ്റ്റർ ആണ് കാണുന്നതെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ട് അല്ലെങ്കിൽ സെറം ഫിൽഡ് ആയിട്ട് ബ്ലിസ്റ്റർ ആണ് കാണുന്നത്, സ്റ്റേജ് 2 ആണ്. പിന്നെ നോക്കി, ഡെർമിസ് ഓർ എപ്പിഡെർമിസ് ഇൻവോൾവ് ചെയ്യുന്ന അൾസറേഷൻ ആണെങ്കിൽ അത് സ്റ്റേജ് 2 ആണ്. ദെൻ നോക്കി അടുത്ത പിക്ചർ നോക്കി, പുറമേയുള്ള സ്കിന്ന് മാറിയിട്ട് ഒരു നല്ല റെഡ് ഓർ പിങ്ക് കളർ വൂണ്ടാണ് കാണുന്നതെങ്കിൽ അത് സ്റ്റേജ് 2 ആണ്. ഈ മൂന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയോ? കണ്ടു കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? യെസ്. സ്റ്റേജ് 3. സ്റ്റേജ് 3 വരുമ്പോഴേക്കും അത് ഫുൾ തിക്നെസ് അൾസറേഷൻ ആണ്. ഫുൾ തിക്നെസ് എന്ന് പറയുന്നത് എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് തൊട്ട് താഴെ ഹൈപ്പോഡെർമിസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഇൻവോൾവ് ആകും. ഫുൾ തിക്നെസ് അൾസറേഷൻ ഇൻവോൾവിംഗ് എപ്പിഡെർമിസ് ഇൻവോൾവ് ആകും, താഴെ ഡെർമിസ് ഇൻവോൾവ് ആകണം. എപ്പിഡെർമിസ്, ഡെർമിസ്, ദെൻ താഴെ സബ്ക്യൂട്ടേനിയസ് ഫാറ്റി ടിഷ്യൂ ലെയർ, ഫാറ്റി ലെയറും ഇൻവോൾവ് ആകും. അപ്പൊ ഈ ഒരു മഞ്ഞ യെല്ലോയിഷ് കളർ കണ്ടാൽ തന്നെ ഓർത്തോണം, എക്സാം ക്വസ്റ്റ്യൻ ആണ്. സബ്ക്യൂട്ടേനിയസ് ഫാറ്റി ടിഷ്യൂ മറന്നു പോകരുത്, ഫാറ്റി കളർ കണ്ടോ, യെല്ലോയിഷ് കളർ വരുമ്പോ തന്നെ ഓർത്തോണം അത് സ്റ്റേജ് 3 ആണ്. അതുപോലെ തന്നെ സ്ലഫിംഗ് മേ ബി പ്രസന്റ്, സ്ലഫിംഗ് ഉണ്ടാകും, അതായത് ഡെഡ് ടിഷ്യൂ വൈറ്റ് ഓർ യെല്ലോയിഷ് കളർ ആയിട്ട് മാറും, അതായത് സ്ലഫ്. അത് ബ്ലാക്ക് കളർ ആയിട്ട് മാറുമ്പോഴാണ് എസ്കാർ നമ്മൾ പറയുന്നത്. സ്ലഫ് അത് യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളറാണ്, അത് ബ്ലാക്ക് കളർ ആയിട്ട് മാറുമ്പോഴാണ് നമ്മൾ അതിനെ എസ്കാർ എന്ന് പറയുന്നത്. സോ സബ്ക്യൂട്ടേനിയസ് ഫാറ്റി ടിഷ്യൂ മേ ബി വിസിബിൾ ആയിരിക്കും, യെല്ലോ കളർ കണ്ടോ, സബ്ക്യൂട്ടേനിയസ് ഫാറ്റി ലെയർ വിസിബിൾ ആകും. അതുപോലെ അണ്ടർമൈനിങ് ഓർ ടണലിംഗ് മേ ഓർ മേ നോട്ട് ബി പ്രസന്റ്. ഇവിടെ നമ്മൾ 2 ടേം കൂടെ പഠിക്കണം, അണ്ടർമൈനിങ് ഓർ ടണലിംഗ്. അണ്ടർമൈനിങ് ഓർ ടണലിംഗ് എന്ന് പറഞ്ഞാൽ
ഈ പിക്ചർ നിങ്ങൾ എല്ലാവരും നോക്കി. അണ്ടർമൈനിങ് ഓർ ടണലിംഗ്. The skin edge separates from underlying tissue, creating a pocket or cave-like space ഉണ്ടാക്കും. നോക്കി, ഇതാണ് സ്കിൻ കണ്ടോ. സോ അൾസറേഷൻ ആണ്. പിന്നെ അടുത്ത വരുന്ന ലെയർ കണ്ടോ, ഒരു ബ്രേക്ക് ഉണ്ടാകും. അവിടെ ഒരു അതിന്റെ എഡ്ജ് നമ്മൾ സെപ്പറേറ്റ് ആകും, സെപ്പറേറ്റ് ആയിട്ട് മാറും കണ്ടോ. ഇവിടെ ഇത്രയും ഭാഗം കണ്ടോ, അതാണ് അണ്ടർമൈനിങ് എന്ന് പറയുന്നത്. സ്കിൻ എഡ്ജ് സെപ്പറേറ്റ്സ് ഫ്രം ദ അണ്ടർലൈൻ ടിഷ്യൂമായിട്ടുള്ള ഭാഗത്ത് അവിടെ സെപ്പറേഷൻ ഉണ്ടാകും, ക്രിയേറ്റിംഗ് എ പോക്കറ്റ് ഓർ കേവ് ലൈക്ക് സ്പേസ് ഉണ്ടാക്കും. അതിനാണ് അണ്ടർമൈനിങ് എന്ന് പറയുന്നത്. ടണലിംഗ് എന്ന് പറഞ്ഞ ടണൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു തുരങ്കമാണ് അല്ലെ, ടണൽ ഒരു ചാനലാണ്. സോ സൈനസ് ട്രാക്ട് ദാറ്റ് ഇസ് എ നാരോ ചാനൽ ഓർ ട്രാക്ട് ദാറ്റ് എക്സ്റ്റെൻഡ് ഫ്രം ദ മെയിൻ വൂണ്ട് ഇൻ ടു സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഓർ മസിൽ. താഴേക്ക് കണ്ടോ, മുകളിൽ നിന്ന് മെയിൻ വൂണ്ടിൽ നിന്നും താഴേക്ക് ഒരു ചാനൽ താഴേക്ക് പോകുന്നുണ്ട് കണ്ടോ. താഴേക്ക് ഒരു ചെറിയ ട്രാക്ട് അല്ലെങ്കിൽ ഒരു ചാനൽ പോകുന്നുണ്ട്. മെയിൻ വൂണ്ടിൽ നിന്നും താഴേക്ക് ചെറിയൊരു ചാനൽ പോകും. അതിനാണ് ടണലിംഗ് ഓർ സൈനസ് ട്രാക്ട് എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പൊ എപ്പിഡെർമിസ് ഡെർമിസ് ആണെങ്കിൽ അത് സ്റ്റേജ് 2 ആണ്. എപ്പിഡെർമിസ് ഡെർമിസ് താഴെ ഹൈപ്പോഡെർമിസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ അല്ലെങ്കിൽ ഫാറ്റി ലെയർ ഇൻവോൾവ് ആയാൽ അത് സ്റ്റേജ് 3 ആണ്. കിട്ടി. ഇനി അതിന്റെ താഴെ ഉള്ളത് ബോൺസും മസിൽസും ടെൻഡൻസും ഒക്കെയാണ്. സ്റ്റേജ് 3 ബോൺസ് മസിൽസ് ടെൻഡൻസ് എക്സ്പോസ്ഡ് ആവില്ല, ഇൻവോൾവ് ആകില്ല. ബോൺസ് മസിൽസ് ടെൻഡൻസ് ഒക്കെ ഇൻവോൾവ് ആയാൽ സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 4 പ്രഷർ അൾസർ ആണ്, മറന്നു പോകരുത്. അതുപോലെ തന്നെ നെർവ് എൻഡിങ്സ് ഒക്കെ ഡാമേജ് ഉണ്ടാകാം. സോ നെർവ് എൻഡിങ്സ് ഡാമേജ് ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അത് പെയിൻലെസ് ആയിരിക്കും. അതുപോലെ സ്റ്റേജ് 3 ആയി കഴിഞ്ഞാൽ ഇറ്റ് റിക്വയർ ഗ്രാഫ്റ്റിംഗ് വേണ്ടി വരും, സ്കിൻ ഗ്രാഫ്റ്റിംഗ് വേണ്ടി. കാരണം ആ വൂണ്ട് ക്ലോസ് ആകണമെങ്കിൽ സ്കിൻ ഗ്രാഫ്റ്റിംഗ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ ഗ്രാഫ്റ്റിംഗ് വേണം, അതും ഓർത്ത് വെക്കാം. അപ്പൊ സ്റ്റേജ് 3 ആണെങ്കിൽ അത് ഫുൾ തിക്നെസ്, അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഫുൾ തിക്നെസ് വരുന്നത് സ്റ്റേജ് 3 മുതലാണ്. ക്ലിയർ? ഫുൾ തിക്നെസ് എപ്പിഡെർമിസ്, ഡെർമിസ് ആൻഡ് സബ്ക്യൂട്ടൻ 3 ഇൻവോൾവ്, ഫാറ്റി ലെയറും ഇൻവോൾവ് ആകും. അപ്പൊ ഈ പിക്ചർ ഒക്കെ ഒന്ന് ഓർക്കുക. കണ്ടോ, സ്റ്റേജ് 3 പ്രഷർ അൾസർ ആണ്. കണ്ടോ, ഇവിടെ നോക്കിയാൽ നോക്കി എപ്പിഡെർമിസ്, ഡെർമിസ്, ദെൻ ഹൈപ്പോഡെർമിസ് അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ഫാറ്റി ടിഷ്യൂ ഇൻവോൾവ് ആയാൽ അത് സ്റ്റേജ് 3 പ്രഷർ അൾസർ ആണ്. കിട്ടിയോ? ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് സ്റ്റേജ് 4 പ്രഷർ അൾസർ. സ്റ്റേജ് 4 പ്രഷർ അൾസറും ഫുൾ തിക്നെസ് ആണ്. ഫുൾ തിക്നെസ് എക്സ്റ്റെൻസീവ് ടിഷ്യൂ ഡാമേജ് വിത്ത് എക്സ്പോസ്ഡ് ബോൺ, ടെൻഡൻ ഓർ മസിൽ. കൃത്യമായിട്ട് പഠിക്കണം. ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റി ടിഷ്യൂ ലെയറും കഴിഞ്ഞ് ഹൈപ്പോഡെർമിസ് ലെയറും കഴിഞ്ഞ് താഴേക്ക് അത് ബോൺസ്, മസിൽസ്, ടെൻഡൻ ഇതിനെയൊക്കെ അഫക്ട് ചെയ്താൽ ഇത് സ്റ്റേജ് 4 ആണ്. ബോൺ ഇൻവോൾവ് ആയാൽ സ്റ്റേജ് 4, മസിൽസ് ഇൻവോൾവ് ആയാൽ സ്റ്റേജ് 4, ടെൻഡൻസ് ഇൻവോൾവ് ആയാൽ സ്റ്റേജ് 4 പ്രഷർ അൾസർ ആണ്. അതുപോലെ തന്നെ സ്ലഫ് ഓർ എസ്കാർ മേ ബി പ്രസന്റ്. സ്ലഫ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു. സ്ലഫ് എന്ന് പറയുന്നത് അത് വൈറ്റ് ഓർ യെല്ലോയിഷ് ഡെഡ് ടിഷ്യൂ ആണ്, അല്ലെങ്കിൽ നെക്രോസിസ് സംഭവിച്ച ടിഷ്യൂ ആണ്. എസ്കാർ എന്ന് പറയുന്നത് ബ്ലാക്ക് കളർ ആണ്, ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളർ, നല്ല കറുത്തിരിക്കത്തില്ലേ, അതാണ് എസ്കാർ എന്ന് പറയുന്നത്. സ്കാർ കറുത്ത ടിഷ്യൂ ആണ്. യെസ്. അതുപോലെ തന്നെ അണ്ടർമൈനിങ് ഓർ ടണലിംഗ് മേ ഡെവലപ്പ്, നെർവ് എൻഡിങ്സ് മേ ബി ഡാമേജ്ഡ്, സോ പെയിൻ ഈസ് ആബ്സെന്റ്. അതുപോലെ തന്നെ സ്റ്റേജ് 4 ആണെങ്കിലും ഗ്രാഫ്റ്റിംഗ്, സ്കിൻ ഗ്രാഫ്റ്റിംഗ് ആവശ്യമാണ്. അൾസർ എക്സ്റ്റെൻഡ്സ് ടു മസിൽ ഓർ ബോൺ ഓർ ടെൻഡൻ. സോ ഈ 3 പിക്ചറും പഠിച്ചുകൊണ്ടാം. ഓക്കെ, കണ്ടോ, ഇത് ബോൺസ് ആണ്. കണ്ടോ, ഈ ബോൺസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും. കണ്ടോ, ആദ്യത്തെ പിക്ചർ ബോൺസ് വരെ എക്സ്റ്റെൻഡ് ചെയ്യും താഴേക്ക്. ക്ലിയർ? കണ്ടോ, ഈ 3 പിക്ചറും പഠിച്ചോളണം. ബോൺസ് കണ്ടോ, ബോൺസ്, മസിൽസ്, ടെൻഡൻ ഇൻവോൾവ് ആവുകയാണെങ്കിൽ, എക്സ്പോസ്ഡ് ആവുകയാണെങ്കിൽ, അത് ഓപ്പൺ ആവുകയാണെങ്കിൽ അത് സ്റ്റേജ് 4 പ്രഷർ. ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടോ എല്ലാവർക്കും? ക്ലാരിറ്റി ഉണ്ടല്ലോ? വളരെ പ്രധാനം. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 4 ഐഡന്റിഫൈ ചെയ്യാൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക. അടുത്തത് അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ. അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ എന്ന് പറഞ്ഞാൽ ഈ താഴെ കാണുന്ന പിക്ചർ നോക്കി, ഇതിന്റെ മുകൾ ഭാഗം മൊത്തം കറുത്ത കളറിൽ അല്ലെങ്കിൽ ബ്രൗൺ കളറിൽ എസ്കാർ ഫോം ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെ എസ്കാർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ സ്ലഫും ഉണ്ടാവും. സ്ലഫോ എസ്കാറോ കണ്ടോ, ബ്ലാക്ക് കളറിലുള്ള എസ്കാർ, യെല്ലോ അല്ലെങ്കിൽ വൈറ്റ് കളർ വരുന്നത് സ്ലഫ് ആണ്. സോ ഇത് കവർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ അടിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമല്ലോ. അത് ബോൺസ് വരെയൊക്കെ എക്സ്റ്റെൻഡ് ആയോ എന്നൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ സ്കാർ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ. എസ്കാറിനെ റിമൂവ് ചെയ്ത് മാറ്റണം. അപ്പൊ ഇവിടെ മറ്റൊരു രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. പ്രോപ്പർ ആയിട്ട് പ്രഷർ അൾസർ സ്റ്റേജ് ചെയ്യണമെങ്കിൽ നമ്മൾ എസ്കാർ റിമൂവ് ചെയ്യണം. ESIC പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. എസ്കാർ പുറമെ റിമൂവ് ചെയ്ത് മാറ്റിയാൽ, സ്ലഫ് മാറ്റിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് ഏത് സ്റ്റേജ് പ്രഷർ അൾസർ ആണെന്ന് പറയാൻ കഴിയുള്ളൂ.
അല്ലെ? ഈ പിക്ചർ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. സോ ഫുൾ തിക്നെസ് ടൈപ്പ് ഓഫ് വൂണ്ട് ദാറ്റ് ഈസ് കവേർഡ് ബൈ എസ്കാർ ഓർ സ്ലഫ്. നമുക്ക് അറിയാനേ പറ്റില്ല അത് അകത്ത് ബോൺ ഇൻവോൾവ് ആണോ, ഫാറ്റി ടിഷ്യൂ വരെയാണോ ഇൻവോൾവ്. ക്ലിയർ? അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ബ്ലാക്ക് കളർ വന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഓർക്കുക, അത് അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ ആണ്. കാരണം ആ സ്കാർ റിമൂവ് ചെയ്താൽ, എസ്കാർ റിമൂവ് ചെയ്താൽ മാത്രമേ സ്റ്റേജിങ് നമുക്ക് പോസിബിൾ ആവുള്ളൂ, അല്ലെ കറക്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റേജിങ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, സ്ലഫ് എന്ന് പറയുന്നത് യെല്ലോ ഓർ വൈറ്റ് ഡെഡ് ടിഷ്യൂസ് ആണ്, എസ്കാർ എന്ന് പറയുന്നത് ബ്രൗൺ ഓർ ബ്ലാക്ക് ഡെഡ് ടിഷ്യൂസ് ആണ്. സോ ദ ട്രൂ ഡെപ്ത് ഓർ സ്റ്റേജ് ഓഫ് ദ വുണ്ട് കനോട്ട് ബി ഡിറ്റർമിൻഡ് until the slough or eschar is removed to visualize the wound bed. സോ വൂണ്ടിന്റെ അടിഭാഗം, വൂണ്ട് ബെഡ് കാണണമെങ്കിൽ നമ്മൾ ഈ എസ്കാർ റിമൂവ് ചെയ്തേ പറ്റുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് ഏത് സ്റ്റേജ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ അപ്പൊ അൺസ്റ്റേജബിൾ പ്രഷർ ഓർക്കുക, എസ്കാർ ഓർ സ്ലഫ് കൊണ്ട് കവർ ചെയ്യപ്പെട്ട ഫുൾ തിക്നെസ് ടൈപ്പ് വൂണ്ട് ആണ് അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ എന്ന് പറയുന്നത്. ക്ലാരിറ്റി ഉണ്ടല്ലോ? എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ദ ലാസ്റ്റ് വൺ, ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറി, ദാറ്റ് ഇസ് DTPI. സോ ഈ പിക്ചർ രണ്ടും നോക്കി എല്ലാവരും. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്കിന്നിൽ ബ്രേക്ക് ഒന്നുമില്ല, പക്ഷെ നല്ലൊരു ഏരിയ നല്ല ഡാർക്കനായിട്ട് ബ്ലഡ് അകത്ത് പൂൾ ചെയ്ത് കിടക്കുന്ന ഒരു കിടപ്പുണ്ട്, അല്ലെ? നല്ല റെഡ് അല്ലെങ്കിൽ ഡാർക്ക് കളറിൽ കിടപ്പുണ്ട്. നമുക്കറിയില്ല എത്രത്തോളം അകത്ത് ഇഞ്ചുറി അത് ഉണ്ട് എന്നുള്ളത്. കാരണം അത്യാവശ്യം ഡീപ്പായിട്ട് സോഫ്റ്റ് ടിഷ്യൂ ഇഞ്ചുറി ഉണ്ടായാൽ മാത്രമേ ഈ ഒരു രീതിയിൽ ഡിസ്കളറേഷൻ അല്ലെങ്കിൽ നോൺ ബ്ലാഞ്ചബിൾ ആയിട്ട് ഡീപ് റെഡ് ഓർ മെറൂൺ ഓർ പർപ്പിൾ ഡിസ്കളറേഷൻ ഉണ്ടാവുകയുള്ളൂ. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം, ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ സ്പെസിഫിക് കാറ്റഗറി ഓഫ് പ്രഷർ ഇഞ്ചുറി വേർ ദ സർഫസ് സ്കിൻ മേ ബി ഇൻടാക്ട്. സ്കിൻ ഇൻടാക്ട് ആണ്, ബ്രേക്ക് ഒന്നുമില്ല, ബട്ട് ദ അണ്ടർലൈങ് സോഫ്റ്റ് ടിഷ്യൂസ് ഹാവ് ബീൻ ഡാമേജ്ഡ് ബൈ intense or prolonged pressure and shear forces. സോ ആ പ്രഷർ കാരണം അണ്ടർലൈങ് സോഫ്റ്റ് ടിഷ്യൂസ് വളരെയധികം ഡാമേജ് ഉണ്ടായിട്ടുണ്ട്. ദാറ്റ് ഇസ് ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറി. സോ അത് അപ്പിയർ ചെയ്യുന്നത് എ ലോക്കലൈസ്ഡ് ഏരിയ ഓഫ് പെർസിസ്റ്റന്റ് നോൺ ബ്ലാഞ്ചബിൾ ഡീപ് റെഡ് മെറൂൺ ഓർ പർപ്പിൾ ഡിസ്കളറേഷൻ ആയിട്ടായിരിക്കും കാണുക. സ്കിൻ എന്ന ബ്രേക്ക് ഒന്നും ഉണ്ടാകത്തില്ല. സോ ഇറ്റ് മേ ഓൾസോ അപ്പിയർ as ബ്ലഡ് ഫിൽഡ് ബ്ലിസ്റ്റർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അകത്ത് ബ്ലഡ് പൂൾ ചെയ്ത് കിടക്കുവാണ്. അങ്ങനെ വന്നാലും അത് ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറി ആണ്. നമ്മൾ ബ്ലിസ്റ്റർ ഒരു കാര്യം പറഞ്ഞു, അത് അവിടെ സെറം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡ് എന്നാ പഠിച്ചത്, അല്ലെ? നല്ല ക്ലിയർ ആയിട്ടുള്ള സെറം അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഫിൽഡ് ആണ്. പക്ഷെ ഇവിടെയോ, ഇവിടെ ബ്ലഡ് ഫിൽഡ് ആയിട്ടുള്ള ബ്ലിസ്റ്റർ ആണ്. ഇങ്ങനെ വരികയാണെങ്കിൽ അത് ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറി ആണ്. അപ്പൊ ഈ ഒരു പിക്ചർ കണ്ടുവച്ചോളാം, ഇത് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. സ്കിന്നിന് ബ്രേക്ക് ഒന്നുമില്ല, പക്ഷെ വളരെയധികം റെഡ് അല്ലെ മെറൂൺ അല്ലെ പർപ്പിൾ കളറിൽ ബ്ലഡ് ഫിൽഡ് ആയിട്ട് ബ്ലിസ്റ്റർ കാണുകയാണെങ്കിൽ ഇത് ഡീപ് ടിഷ്യൂ പ്രഷർ ഇഞ്ചുറി. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റുകൾ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള ഏത് ചോദ്യം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഇനി നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇത്രയും സമയം പഠിച്ച ഈ ഒരു എക്സാം പോയിന്റുകളിൽ നിന്ന് ഒരു 15 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം. അതിൽ ഒരു 6 ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസുമാണ്. സോ കഴിയുന്ന എല്ലാവരും നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. നിങ്ങൾ എത്രത്തോളം ക്ലാസ്സുകൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുന്നുണ്ട്, അതാണ് നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതും കൂടി ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ. അതുപോലെ നമ്മുടെ ചാനൽ ടാർഗറ്റ് എയിംസ് നോർസെറ്റ് ബൈ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് പുതിയ ചാനൽ, സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന് മാത്രമായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഈ ഒരു യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ. നിങ്ങൾക്ക് ഒത്തിരി പ്രയോജനം ചെയ്യുന്ന ക്ലാസ്സുകളായിരിക്കും ഇനി അങ്ങോട്ട് വരുന്ന എല്ലാം. അതുപോലെ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള എല്ലാ പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസും വീഡിയോസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനും ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ നോൺ നഴ്സിംഗ് ക്ലാസ്സുകൾ എല്ലാം ഈ ചാനൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഒരാളും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം ഇഗ്നോ PBSC എക്സാം അതുപോലെ JSSC 2022 എക്സാം ക്വസ്റ്റ്യനുമാണ്. ദാറ്റ് ഈസ് എ പേഷ്യന്റ് ഹാസ് എ പ്രഷർ സോർ ഓൺ ദ ബാക്ക് ഓഫ് ഹർ റൈറ്റ് ഹിപ്പ് ആൻഡ് ദ ബോൺ ഈസ് exposed. This pressure sore is in stage 1, stage 2, stage 3, stage 4. ഹിപ്പ് റീജിയനിൽ റൈറ്റ് ഹിപ്പ് ബാക്കിൽ ഒരു പ്രഷർ അൾസർ ഉണ്ട്, ബോൺ എക്സ്പോസ്ഡ് ആണ്. നമുക്ക് വേറെ ഒരു ക്ലൂവും ആവശ്യമില്ല. ബോൺ മസിൽ ടെൻഡൻ എക്സ്പോസ്ഡ് അല്ലെങ്കിൽ ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ ഒരു ഡൗട്ടും വേണ്ട, അത് സ്റ്റേജ് 4 പ്രഷർ അൾസർ ആണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. രണ്ടാമത്തെ ചോദ്യം, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജ് ഓഫ് പ്രഷർ അൾസർ nurse will observe there is partial thickness loss of dermis with open ulcer with wound without slough.
ഓപ്ഷൻ എ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഏത് സ്റ്റേജ് ഓഫ് പ്രഷർ അൾസർ ആണ് ക്വസ്റ്റ്യൻ ചോദിക്കും. നേഴ്സ് വിൽ ഒബ്സർവ് ദർ ഇസ് പാർഷ്യൽ തിക്നെസ് ലോസ് ഓഫ് ഡെർമേസ്. പാർഷ്യൽ തിക്നെസ് ലോസ് ഓഫ് ഡെർമിസ് ഏതാണ്? പാർഷ്യൽ തിക്നെസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സ്റ്റേജ് 2 ആണ്. പാർഷ്യൽ തിക്നെസ് ലോസ് ഓഫ് ഡെർമിസ് വരെയാണ്. സോ എപ്പിഡെർമിസ്, ഡെർമിസ്, ദാറ്റ് ഈസ് സ്റ്റേജ് 2 ആണ് അല്ലെ? സ്റ്റേജ് 2 ആണ്, ഒരു ഡൗട്ടും വേണ്ട. ദാറ്റ് ഈസ് സ്റ്റേജ് 2 ആണ് റൈറ്റ് ആൻസർ, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് പ്രഷർ അൾസർ ആണ്. മൂന്നാമത്തെ ചോദ്യം. എ ബെഡ്രിഡൻ പേഷ്യന്റ് ഈസ് ഹാവിംഗ് ഇൻടാക്ട് സ്കിൻ അറ്റ് ദ സാക്രൽ റീജിയൻ ആൻഡ് ദ സിംറ്റംസ് ഓഫ് വാംനെസ്, പെയിൻ ആൻഡ് ഫേം സ്കിൻ അറ്റ് ദ സൈറ്റ്. വാട്ട് ഈസ് ദ സ്റ്റേജ് ഓഫ് ബെഡ് സോർ? എയിംസ് പാറ്റ്ന നഴ്സിംഗ് ഓഫീസ് 2020 എക്സാം ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേജ് 3, സ്റ്റേജ് 2, സ്റ്റേജ് 1 ആൻഡ് സ്റ്റേജ് 4. ഏതാണ്? ഇവിടുത്തെ ക്ലൂകൾ നോക്കിയേ. ഹാവിംഗ് ഇൻടാക്ട് സ്കിൻ ആണ് അല്ലെ? ഇൻടാക്ട് സ്കിൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് സ്റ്റേജ് 1 ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, സ്റ്റേജ് 1 പ്രഷർ അൾസർ ആണ്. കിട്ടിയോ? നാലാമത്തെ ചോദ്യം. സൂപ്പർഫിഷ്യൽ അൾസറേഷൻ ഓഫ് സ്കിൻ അപ്പിയറിംഗ് ആസ് ആൻ അബ്രേഷൻ ആൻഡ് എ ബ്ലിസ്റ്റർ ഈസ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ്. DSSSB നഴ്സിംഗ് ഓഫീസർ 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേജ് 3, സ്റ്റേജ് 4, സ്റ്റേജ് 2, സ്റ്റേജ് 1. സൂപ്പർഫിഷ്യൽ അൾസറേഷൻ ഓഫ് ദ സ്കിൻ അപ്പിയറിംഗ് ആസ് എ അബ്രേഷൻ, അബ്രേഷൻ ആൻഡ് എ ബ്ലിസ്റ്റർ. അവിടെ തന്നെ ആൻസർ ഉണ്ട്, അബ്രേഷൻ. അതുപോലെ ബ്ലിസ്റ്റർ ഒക്കെയാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അത് സ്റ്റേജ് 2 ആണ്. ഒരു ഡൗട്ടും വേണ്ട, സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, സ്റ്റേജ് 2 പ്രഷർ അൾസർ. അഞ്ചാമത്തെ ചോദ്യം. A patient is found to have a reddened area of skin with a serum-filled blister formation. The wound is stageless. DSSSB exam question, GMCH Chandigarh 2015 exam question ആണ്. Stage 1, Stage 2, Stage 3, Stage 4. A patient is found to have a reddened area of skin with a serum-filled blister formation. Serum-filled blister ആണെങ്കിൽ അല്ലെങ്കിൽ fluid-filled blister ആണെങ്കിൽ ഒരു ഡൗട്ടും വേണ്ട, അത് സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ദാറ്റ് സ്റ്റേജ് 2 പ്രഷർ അൾസർ. ക്ലിയർ? ആറാമത്തെ ചോദ്യം. എ പേഷ്യന്റ് ഹാസ് എ പ്രഷർ അൾസർ ഇൻ വിച്ച് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഈസ് വിസിബിൾ ബട്ട് ബോൺ, ടെൻഡൻ ഓർ മസിൽ ഈസ് നോട്ട് എക്സ്പോസ്ഡ് ഓർ വിസിബിൾ. ദിസ് ഈസ് എ GMCH Chandigarh 2016 എക്സാം ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേജ് 2 അൾസർ, സ്റ്റേജ് 3 അൾസർ, സ്റ്റേജ് 4 അൾസർ, ദെൻ അൺസ്റ്റേജബിൾ അൾസർ. ഏതാണ്? ക്ലൂ നോക്കിയേ. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് ഈസ് വിസിബിൾ. സബ്ക്യൂട്ടേനിയസ് ഫാറ്റ്, സബ്ക്യൂട്ടേനിയസ് ലെയർ ഇൻവോൾവ് ആയ ഒരു ഡൗട്ടും വേണ്ട, ഇത് സ്റ്റേജ് 3 ആണ്. പിന്നെ ബോൺ ഇൻ ടെൻഡൻ മസിൽ എക്സ്പോസ്ഡ് അല്ല എന്നും പറയുന്നുണ്ട്, സ്റ്റേജ് 4 ആണ്. സ്റ്റേജ് 3 ആണ് ആൻസർ, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി, സ്റ്റേജ് 3 ആണ് റൈറ്റ് ആൻസർ. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്, സ്റ്റേജ് 3 അൾസർ ആണ്. രണ്ടാമത്തെ ചോദ്യം. വിച്ച് സ്റ്റേജ് ഓഫ് പ്രഷർ ഇഞ്ചുറി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഇൻടാക്ട് സ്കിൻ വിത്ത് നോൺ ബ്ലാഞ്ചബിൾ റെഡ്നെസ്? സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, അൺസ്റ്റേജബിൾ. ഇവിടുത്തെ ക്ലൂ ഏതൊക്കെയാണ്? ഇൻടാക്ട് സ്കിൻ. ഇൻടാക്ട് സ്കിന് സ്റ്റേജ് 1 വരാം, ഡീപ് ടിഷ്യൂ ഇഞ്ചുറിയിൽ വരാം. പിന്നെ പറയുന്നത് നോൺ ബ്ലാഞ്ചബിൾ റെഡ്നെസ് എന്നാണ് അല്ലെ? നോൺ ബ്ലാഞ്ചബിൾ. സോ ഈ രണ്ടും ഏതിലാണ് വരുന്നത്? സ്റ്റേജ് 1 നോൺ ബ്ലാഞ്ചബിൾ, അതിൽ ഇൻടാക്ട് സ്കിൻ, ദാറ്റ് ഈസ് സ്റ്റേജ് 1 ആണ് ആൻസർ, ദാറ്റ് ഈസ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. എട്ടാമത്തെ ചോദ്യം. ESIC 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ടു പ്രോപ്പർലി സ്റ്റേജ് എ പ്രഷർ അൾസർ, ഓപ്ഷൻ എ സ്കാർ മസ്റ്റ് ബി റിമൂവ്ഡ്, the skin must be completely dry, natural light must be used, the patient must be in supine position. പ്രോപ്പർ ആയിട്ട് പ്രഷർ അൾസർ സ്റ്റേജ് ചെയ്യണമെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ചു, എസ്കാർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ലഫ് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് വൂണ്ട് ബെഡ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സോ ആൻസർ എന്ന് പറയുന്നത് ഒരു ഡൗട്ടും വേണ്ട, എസ്കാർ മസ്റ്റ് ബി റിമൂവ്ഡ്, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റേജിങ് ചെയ്യാൻ പറ്റുള്ളൂ. ഒൻപതാമത്തെ ചോദ്യം. ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. സോ എയിംസ് നോർസെറ്റ് പോലുള്ള എക്സാമ്പിൾ പ്രിപ്പയർ ചെയ്യുന്ന മസ്റ്റ് ആയിട്ടും ക്വസ്റ്റ്യൻ പഠിച്ചോളണം, ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. സോ ഐഡന്റിഫൈ ദ ഇമേജ്. സ്റ്റേജ് 1 പ്രഷർ അൾസർ, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 പ്രഷർ അൾസർ. അപ്പൊ ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ആകെ നമുക്ക് കാണാൻ കഴിയുന്നത് റെഡ്നെസ് മാത്രമാണ്, എർത്തിമാറ്റസ് ആയിട്ടുള്ള ഏരിയ മാത്രമാണ്, അല്ലാതെ സ്കിൻ ബ്രേക്ക് ഒന്നുമില്ല. സോ ഒരു ഡൗട്ടും വേണ്ട, റെഡ്നെസ് മാത്രം, നോൺ ബ്ലാഞ്ചബിൾ എർത്തിമയാണെങ്കിൽ റെഡ്നെസ് മാത്രമേ ഉള്ളൂവെങ്കിൽ സ്റ്റേജ് 1 പ്രഷർ അൾസർ ആണ്. സോ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, സ്റ്റേജ് 1 പ്രഷർ. ദെൻ 10ാമത്തെ ചോദ്യം. ഐഡന്റിഫൈ ദ ഇമേജ്. സ്റ്റേജ് 1 പ്രഷർ അൾസർ, സ്റ്റേജ് 2, സ്റ്റേജ് 3 പ്രഷർ അൾസർ ആൻഡ് അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ. ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ
മൊത്തം കറുത്തിരിക്കുകയാണ് അല്ലെ. ദാറ്റ് ഈസ് ഈ കറുത്തിരിക്കുന്നത് എന്താണ്? എസ്കാർ ആണ്. ഇതാണ് എസ്കാർ എന്ന് പറയാം അല്ലെ. ബ്ലാക്ക് അല്ലെങ്കിൽ ബ്രൗൺ കളർ ആയിട്ട് ഡെഡ് ടിഷ്യൂസ് ഉണ്ടെങ്കിലാണ് നമ്മൾ എസ്കാർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഇത് മൊത്തം കവർ ചെയ്യുക എസ്കാർ ആണ്. സോ എസ്കാർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് ഏത് സ്റ്റേജ് ആണെന്ന് പറയാൻ കഴിയുന്നില്ല. സോ ആൻസർ എന്ന് പറയുന്നത് അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ ആണ്. ഓപ്ഷൻ ഡി ആണ്. ദാറ്റ് ഈസ് അൺസ്റ്റേജബിൾ പ്രഷർ അൾസർ ആണ്. കിട്ടിയോ? ദെൻ 11ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഇമേജ്. എയിംസ് മംഗളഗിരി നഴ്സിംഗ് ഓഫീസർ എക്സാം ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4. പിക്ചർ നോക്കിയേ. പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ സ്കിന്നിൽ അബ്രേഷൻസ് ഉണ്ട് അല്ലെ. സ്കിന്നിന്റെ തൊലി പോയിട്ടുണ്ട്. ദെൻ വൂണ്ട് ഓപ്പൺ ആണ്. നല്ല പിങ്ക് അല്ലെങ്കിൽ റെഡ് കളറിലാണ് വൂണ്ട് കാണുന്നത്. സ്കിൻ ബ്രേക്കും ഉണ്ട്. വൂണ്ട് ബെഡ് നല്ല പിങ്ക് അല്ലെങ്കിൽ റെഡ് കളർ ആണ്. സോ ഒരു ഡൗട്ടും വേണ്ട, സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്. സ്കിൻ ബ്രേക്ക് ഉണ്ട്. സോ അതുപോലെ തന്നെ ഡീപ്പ് അല്ല. വൂണ്ട് ബെഡ് എന്ന് പറയുന്നത് റെഡ് അല്ലെങ്കിൽ പിങ്കിഷ് കളറോ. സോ സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. ദെൻ 12ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഇമേജ്. സ്റ്റേജ് 1 പ്രഷർ അൾസർ, സ്റ്റേജ് 2, സ്റ്റേജ് 3, സ്റ്റേജ് 4 പ്രഷർ അൾസർ. നോക്കിയേ, ഇതേതാണ്? ഇവിടെ എപ്പിഡെർമിസ്, ഡെർമിസ്, ദെൻ സബ്ക്യൂട്ടേനിയസ് ഫാറ്റി ടിഷ്യൂ ഇൻവോൾവ് ആണ്. സോ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഇൻവോൾവ് ആണെങ്കിൽ ഏത് സ്റ്റേജ് ആണ്? ദാറ്റ് സ്റ്റേജ് 3 പ്രഷർ അൾസർ ആണ്. ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ സി ദാറ്റ് സ്റ്റേജ് 3 പ്രഷർ അൾസർ ആണ് വരുന്നത് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ. ദെൻ 13ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഇമേജ്. സ്റ്റേജ് 1 സ്റ്റേജ് പ്രഷർ അൾസർ, സ്റ്റേജ് 2 പ്രഷർ അൾസർ, സ്റ്റേജ് 3 പ്രഷർ അൾസർ, സ്റ്റേജ് 4 പ്രഷർ അൾസർ. ഏതാണ്? ഇത് നല്ല ഡീപ്പ് ആയിട്ടുള്ള ഫുൾ തിക്നെസ് വൂണ്ടാണ്, അൾസർ ആണ്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ മസിൽസും ഒക്കെ ഇൻവോൾവ് ആണ്. അതുപോലെ തന്നെ ബോണും പോസ്ഡ് ആണ്. ക്ലിയർ? സോ മസിൽസും ബോണും ഒക്കെ അതിലെ സ്ലഫും ഒക്കെ പ്രസന്റ് ആണ്. സോ ഒരു ഡൗട്ടും വേണ്ട, ഏത് സ്റ്റേജ് ആണ്? സ്റ്റേജ് 4 പ്രഷർ അൾസർ. സ്റ്റേജ് 4 പ്രഷർ അൾസർ ആണ്. അത്രയും ഡീപ്പ് ആയിട്ടുള്ള വൂണ്ടാണ്. സ്റ്റേജ് 4 പ്രഷർ അൾസർ ആണ്. ഓക്കെ അല്ലേ? ദെൻ 14ാമത്തെ ചോദ്യം, ഐഡന്റിഫൈ ദ ഇമേജ്. സ്റ്റേജ് 1 പ്രഷർ അൾസർ, സ്റ്റേജ് 2 പ്രഷർ അൾസർ, സ്റ്റേജ് 3 ആൻഡ് ഡീപ്പ് ടിഷ്യൂ ഇഞ്ചുറി. നോക്കിയേ, ഇവിടെ ഒരു ബ്ലഡ് ഫിൽഡ് ആയിട്ടുള്ള ഒരു ബ്ലിസ്റ്റർ ആണ് കാണുന്നത് അല്ലെ. സോ ബ്ലഡ് ഫിൽഡ് ആയിട്ടുള്ള ബ്ലിസ്റ്റർ ഏതിലാണ് വരുന്നത്? ഡീപ്പ് ടിഷ്യൂ ഇഞ്ചുറിയിലാണ്. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. ഡീപ്പ് ടിഷ്യൂ ഇഞ്ചുറി ആണ്. ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ഇമേജ്. സ്റ്റേജ് 1 പ്രഷർ അൾസർ, സ്റ്റേജ് 2 പ്രഷർ അൾസർ, സ്റ്റേജ് 3 പ്രഷർ അൾസർ ആൻഡ് ഡീപ്പ് ടിഷ്യൂ ഇഞ്ചുറി. നോക്കിയേ, ഈ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്കിന്നിന് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. ദെൻ വൂണ്ട് ബെഡ് നല്ല റെഡ് ആൻഡ് പിങ്ക് കളർ ആണ്. ഡീപ്പ് അല്ല അല്ലെ. സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ ഒന്നും ഇൻവോൾവ് അല്ല. സോ ഒരു ഡൗട്ടും വേണ്ട, അതായത് സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്. സ്റ്റേജ് 2 പ്രഷർ അൾസർ ആണ്. കിട്ടിയോ? സോ നിങ്ങൾ എല്ലാവർക്കും ഈ 15 ചോദ്യങ്ങളും കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ എല്ലാവരും നിങ്ങൾക്ക് എത്ര ക്വസ്റ്റ്യൻ കറക്റ്റ് ആയിട്ട് അത് പഠിച്ചിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ. സോ നമ്മുടെ എയിംസ് നോർസെറ്റ് 10 ആൻഡ് 11 കമ്പൈൻഡ് ബാച്ചിന്റെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സിൽ ഇപ്പോൾ നടക്കുകയാണ്. സോ ഇനിയും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും വേഗം അതിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. അതിനകത്ത് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്, ടോപ്പിക് വൈസ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, PDF തിയറി നോട്ട്, അതുപോലെ യൂണിറ്റ് എക്സാം, സബ്ജക്ട് ഗ്രാൻഡ് ടെസ്റ്റ്, ഗ്രാൻഡ് മെഗാ ടെസ്റ്റ്, പ്രീവിയസ് ഇയർ സെൻട്രൽ ഗവൺമെന്റ് എല്ലാ എയിംസ് എക്സാമിന്റെയും സെൻട്രൽ ഗവൺമെന്റ് എക്സാമിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫോൾഡർ അവൈലബിൾ ആണ്. ദെൻ മെഗാ ടെസ്റ്റ് സീരീസ് അവൈലബിൾ ആണ്. അതുപോലെ നോൺ നഴ്സിംഗ് ക്ലാസ്സുകളും അതിന്റെ തിയറി നോട്ടും പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, സബ്ജക്ട് എക്സാം എല്ലാം അവൈലബിൾ ആണ്. അതുകൂടാതെ ഇമേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ക്ലിനിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് NCLEX RN ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ കഴിയും കേട്ടോ. സോ നിങ്ങൾ അടുത്ത എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഉറപ്പായിട്ടും ഇനി ഒട്ടും സമയം പാഴാക്കാതെ ജോയിൻ ചെയ്ത് പഠിക്കുക. കൃത്യമായിട്ട് സിലബസ് അനുസരിച്ച് തന്നെ പഠിക്കുക. പുതിയ പേ കമ്മീഷൻ ഉടൻ തന്നെ വരുന്നതാണ്. അതുകൂടി വരുമ്പോൾ 1,15,000 മുകളിലാണ് എയിംസിന്റെ സാലറി എന്നൊക്കെ പറയുന്നത്. സോ ആരും ഈ ഒരു അവസരം പാഴാക്കരുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റീവ് എക്സാം ആണെന്ന് മനസ്സിലാക്കി തന്നെ പ്രിപ്പയർ ചെയ്യുക. കൃത്യമായ സിലബസ് അനുസരിച്ച് എല്ലാ സബ്ജക്ട്സിലും, അത് നോൺ നഴ്സിംഗ് ആയിക്കോട്ടെ, റീസണിംഗ് ആയിക്കോട്ടെ, ആപ്റ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, എല്ലാം ഇമേജ് ബേസ്ഡ് ആയിക്കോട്ടെ, NCLEX RN ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, കൃത്യമായ സിലബസ് ബേസിസിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് എക്സാമിന് തയ്യാറെടുക്കുക. എല്ലാവർക്കും ഓൾ ദ